ഇന്ന് വായിക്കുന്ന ദൈവവചനമാണ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല, എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഈ പൗലോസ്ലീഹ പറഞ്ഞ ഈ വാക്ക്, എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച് എൻ്റെ മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ഹല്ലേലൂയ. പൗലോസ്ലീഹ പറഞ്ഞ ഒരു വചനമാണിത്. എൻ്റെ പിറകിലുള്ളവയെ വിസ്മരിക്കുക, മറന്നിട്ട് എൻ്റെ പിറകിലുള്ളവയെ ഞാൻ വിസ്മരിക്കും. ഇതൊരു വലിയ തീരുമാനമാണ്, നല്ലൊരു ബോധ്യമാണ്. പിന്നിലുള്ളവയെ ഓർത്തോണ്ടാണ് പലരും ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് തൊടുന്നതെല്ലാം പരാജയമായും എവിടെ ചെന്നാലും തട്ടി വീഴാനും കാരണം. പൗലോസ്ലീഹ ഇത് പറയുന്നത്. ഇനി പൗലോസ്ലീഹായോട് ചോദിച്ചു നോക്ക്, എന്തിനാണ് അങ്ങ് ഈ വചനം പറഞ്ഞത്? പൗലോസ്ലീഹായോട് തന്നെ ചോദിച്ചു നോക്ക്, എന്തിനാണ് അങ്ങ് ഈ വചനം പറഞ്ഞത്? ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യം, എന്തിനാണ് അങ്ങ് പറഞ്ഞത്? എന്തോ ഒരു കാരണം കൊണ്ടാണല്ലോ പറഞ്ഞത്. ഇത് ആരോടാ പറഞ്ഞത്? നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. പിന്നിലുള്ളവയെ വിസ്മരിക്കണം. എന്തൊക്കെയുണ്ട് പിന്നിൽ? പിന്നിൽ ഒരുപാട് കാര്യമുണ്ട്. പിന്നിൽ നമ്മുടെ ജീവിതത്തെ ഒരുപാട് ദുഃഖിപ്പിച്ച, നമ്മളെ സങ്കടക്കടലിൽ താഴ്ത്തിയ ഒരുപാട് കാര്യം എൻ്റെ പുറകിലുണ്ട്. എന്നെ ലജ്ജിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പിറകിലുണ്ട്. എൻ്റെ പേര് കളഞ്ഞ ഒരുപാട് വിഷയങ്ങൾ എൻ്റെ പുറകിലുണ്ട്. എന്നെ കുറ്റപ്പെടുത്തിയവരുണ്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനും എന്നെ തകർത്തവരുണ്ട്, തകർക്കാൻ ശ്രമിച്ചവരുണ്ട്. ഇന്നും എനിക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞതായി പറഞ്ഞ് പിടിപ്പിച്ചവരുണ്ട്. ഇതെല്ലാം എൻ്റെ പിന്നിലുള്ളതാ. ഇനി അടുത്തത്, ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തികമായോ ആത്മീയമായോ എവിടെയെങ്കിലുമൊക്കെ പതറിപ്പോയിട്ടുള്ളവരാണേലും അതൊക്കെ പിന്നിലുള്ളവയാണ്. പൗലോസ്ലീഹ പിന്നിലുള്ളതെന്ന് പറഞ്ഞ പൗലോസ്ലീഹ എന്തിനാ ഇത് പറഞ്ഞത്? പൗലോസ്ലീഹായ്ക്ക് പിന്നിലേക്ക് നോക്കുമ്പം ഒരു സാവൂളായി ജീവിച്ച ഒരു അനുഭവം കിടപ്പുണ്ട്. യേശുവിനെ, സഭയെ പീഡിപ്പിച്ച ഒരു അനുഭവം കിടപ്പുണ്ട്. പലരുടെയും ശത്രുതയിൽ കഴിഞ്ഞ അവസ്ഥ ഓർക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറയുക ഫിലിപ്പി ലേഖനത്തിൽ, ഞാൻ എൻ്റെ പിന്നിലുള്ളവയെ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇത് കേവലം ഒരു സാധാരണ ഒരു പ്രസംഗം പറയാൻ വേണ്ടി ഉപയോഗിക്കുക അല്ല ഈ അവസരം. ഇത് ദൈവവചനത്തിലൂടെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ പടുത്തുയർത്താൻ, അതായത് ഇതിൽ നമ്മളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എനിക്ക് മുന്നേറണമെങ്കിൽ ഈ കാര്യം നടക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഈ വാക്യം ഇവിടെ പറഞ്ഞത്. മുന്നേറണമെങ്കിൽ, എവിടെയേലും മുന്നേറണമെങ്കിൽ ഒറ്റ കാര്യം പറയാം, പുറകോട്ട് നോക്കി ആർക്കും മുന്നോട്ട് ഓടാൻ പറ്റില്ല. അങ്ങനെ ഓടി നോക്കിയിട്ടുണ്ടോ? പുറകോട്ട് നോക്കി മുന്നോട്ടോടിയാൽ അറിവുള്ളവർ നമ്മളെ വഴക്ക് പറയും. പുറകോട്ട് നോക്കിയാണോ ഓടുന്നതെന്ന് ചോദിക്കും. പുറകോട്ട് നോക്കി മുന്നോട്ടോടിയാൽ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്, തട്ടി വീണിരിക്കും, പരിക്ക് പറ്റും. പുറകോട്ട് നോക്കി മുന്നോട്ടോടാനല്ല ഫിലിപ്പി ലേഖനത്തിൽ ഇന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ ഇന്നലകളെ വിസ്മരിച്ച്, ആ വാക്ക് അവിടെ നിർത്തിക്കൊണ്ട് അടുത്ത വാക്ക് നോക്കി, എൻ്റെ മുന്നിലുള്ളവയെ. എന്തൊക്കെയാണ് മുന്നിലുള്ളത്? പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മുന്നിൽ
ദൈവം ഒരുപാട് കാര്യങ്ങളെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിലാണ് ദൈവം വെച്ചിരിക്കുന്നത്. പൗലോസ്ലീഹായുടെ ഇന്നലകളെ വിസ്മരിച്ചിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മുന്നിലുള്ളവയെ എന്ന് പറയുമ്പോൾ പൗലോസ്ലീഹായോട് ചോദിച്ചു നോക്ക്, പൗലോസ്ലീഹായെ അങ്ങ് എന്താണ് മുന്നിൽ കണ്ടത്? പൗലോസ്ലീഹ മുന്നിൽ കണ്ടതാണ് എൻ്റെ ദൈവം എനിക്കായി ഒരുക്കിയിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ അഭിഷേകം, ഒരുപാട് പേരെ ക്രിസ്തുവിൽ നേടാനുള്ള അഭിഷേകം. പൗലോസ്ലീഹ പറയാണ്, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് എനിക്കായി ദൈവം വച്ചിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക് ഞാൻ മുന്നേറുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന ഈ ആത്മാവ് നിങ്ങളോട് ഇന്ന് സംസാരിച്ചിരിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചലനം സൃഷ്ടിക്കുന്ന കാര്യമാണ്. കാരണം അനേകം ആളുകൾ ജീവിക്കുന്നത് ഇന്നലകളിലെ അനുഭവം, ഇന്ന് ഓരോ ദിവസവും നേരം വെളുക്കുന്നതും തൊട്ട് ഉറങ്ങുന്നവരെയും ചിന്തിച്ചുകൊണ്ട് ഒരു ദിവസം പോലും ജീവിക്കാതെ ഇന്നലകളെ ധ്യാനിച്ച് ഇന്നലകളിൽ വീണുപോയ സാഹചര്യവും പഴയ അവസ്ഥയും വിഷമിപ്പിച്ച സാഹചര്യവും ദുഃഖിപ്പിച്ച അവസ്ഥയും ലജ്ജിപ്പിച്ച അവസ്ഥയും പലതും പറഞ്ഞതും കുറ്റപ്പെടുത്തിയതും ശപിച്ചതുമെല്ലാം ഇന്നും ഓർത്തോണ്ട് നമ്മൾ ഇങ്ങനെ ചുമ്മാ ജീവിക്കുക. പൗലോസ്ലീഹ അങ്ങനെ ജീവിക്കാനല്ല ക്രിസ്തുവിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ദൈവീക ചലനങ്ങൾ അനുഭവിക്കാൻ പറ്റും. ഇന്ന് ദൈവവചനം പറയുന്ന ഒരാളായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പം പൗലോസ്ലീഹയുടെ ഈ വാക്ക് ശരിക്കും ഹൃദയത്തിനകത്തൊരു അനുഭവമായി നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. എൻ്റെ പിന്നിലുള്ളവയെ ഞാൻ ഓർത്തോണ്ടിരുന്നാൽ ഇന്ന് ഈ അനുഗ്രഹത്തോടെ ദൈവത്തിൻ്റെ വചനം പറയാൻ എനിക്ക് പറ്റത്തില്ലെന്ന് എൻ്റെ മനസ്സെന്നോട് പറയും. പക്ഷെ പിന്നിലുള്ളവയെ ഞാൻ വിസ്മരിച്ച് എൻ്റെ മുന്നിലുള്ളവയെ, ഒരാൾ എന്നോട് പറഞ്ഞു, നിന്നെ 10 പേര് വിമർശിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് നോക്കി ജീവിതം പാഴാക്കരുത്. അപ്പുറത്തെ സൈഡിൽ 100 പേര് നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കുന്നവരുണ്ട്, അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. 10 പേര് എറിയാൻ കല്ലുകളുമായി ദേഷ്യഭാവത്തിൽ നിൽക്കുന്നത് അല്ല ഇന്ന് ധ്യാനിക്കേണ്ടത്. എനിക്കായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഞാൻ കാണണം. എൻ്റെ പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ട്. എൻ്റെ ഒരു പ്രാർത്ഥനയിലൂടെ കിട്ടുന്ന ഒരു അനുഗ്രഹം കാത്തു നിൽക്കുന്നവരുണ്ട്. ഞാൻ അതാ ദൈവം ഒരുക്കിയിരിക്കുന്നത് നോക്കേണ്ടത്. എൻ്റെ പിന്നിലുള്ളവയെ ഞാൻ വിസ്മരിക്കും. ഹല്ലേലൂയ. ഇത് പറയാനൊരു കാരണമുണ്ട്. നമ്മുടെ ജീവിതം ശരിക്കും ഒന്നും കൂടി ഒന്ന് മുന്നിലോട്ട്, പുഴ ഒഴുകുന്നത് മുന്നോട്ടാണ്. പുഴ ഒഴുകുന്നത്, തോടൊഴുകുന്നത്, വെള്ളം ഒഴുകുന്നത് പുറകോട്ടല്ല, മുന്നോട്ടാണ്. മുന്നോട്ട് ഇപ്പം നമ്മുടെ ജീവിതത്തെ ശരിക്കും ഒന്ന് മനസ്സിലാകണമെങ്കിൽ മഴയുള്ള സമയത്തല്ല, അല്ലാത്ത സമയത്ത് നമ്മൾ പുഴയുടെ തീരത്ത് പോയി നിന്നാൽ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് ഒഴുകി വരുമ്പം അത് ഒരു വഴിയിലൂടെ അല്ല ഈ വെള്ളം ഒഴുകുന്നത്. മുഴുവൻ കല്ലുകളും, ചെറുതും വലുതുമായ കല്ലുകൾ, തടിക്കഷണങ്ങൾ, എല്ലാം പ്രതിസന്ധികൾ നിറഞ്ഞൊരു സ്ഥലത്തോടെയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്. ചില സ്ഥലത്ത് വലിയ കുഴി, ചില സ്ഥലത്ത് വെള്ളം തിരിഞ്ഞ് കറങ്ങിപ്പോകേണ്ട അവസ്ഥ, പലതുമുണ്ട്. ചിലത് ചെറിയ കല്ലുകൾ, ചിലത് ഇടത്തരം, ചിലത് വലുത്. വെള്ളം എങ്ങനെയാണ് ഒഴുകുന്നത്? വെള്ളം ഒഴുകി വരുമ്പം നമ്മൾ എവിടെയും കാണത്തില്ല. വെള്ളമെല്ലാം കൂടി ഒരുമിച്ച് തീരുമാനിച്ച് ഈ പ്രശ്നത്തെ, ഈ കല്ലുകളെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഒഴുകാമെന്നല്ല പുഴയിലെ വെള്ളം തീരുമാനിക്കുന്നത്. വെള്ളം ഒഴുകി വരുന്നു. വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ കല്ലുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അതേ വന്ന് തൊടുന്നു. അവിടെ ആ കല്ലിനെ മാറ്റാനുള്ള ശ്രമമല്ല വെള്ളം തീരുമാനിക്കുന്നത്. വെള്ളം അപ്പുറത്തൂടെയും ഇപ്പുറത്തൂടെയും ഒഴുകി വീണ്ടും ഒരേ ഭാഗത്ത് മുമ്പിലെത്തി അത് മുന്നോട്ട് പോകുന്നു. പൗലോസ്ലീഹ പറയുന്ന വാക്ക് അങ്ങനെയാ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ കണ്ട് അവിടെ പോയി ഇടിച്ചു നിൽക്കാതെ, അതിനെ മാറ്റാൻ നോക്കാതെ, നിങ്ങളെ ദൈവം മുന്നോട്ടാണ് കൊണ്ടുപോകുന്നത്. നിങ്ങളെ ദൈവം മുന്നോട്ടാണ് നയിക്കുന്നത്. ഏതേലും ഒരു പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധികളും വരുമ്പം അവിടെ ഇടിച്ച് പ്രശ്നത്തെ മാറ്റാൻ വേണ്ടി ആയുസ് കളയരുത്. പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ജീവിതം ചെറുതാണെങ്കിലും ആ ജീവിതത്തിൽ മുഴുവൻ കല്ലും മുള്ളും നിറഞ്ഞതാ ജീവിതം.
ആകെ 70 അല്ലെ 80 അല്ലെ 90 വയസ്സ് വരെ ഒരു ശരാശരി മനുഷ്യൻ ആയുസുള്ളൂ. വളരെ വളരെ നിസ്സാരവും ചെറുതുമാ ജീവിതം. പക്ഷെ എന്നാലോ ഈ ജീവിതത്തിനകത്ത് മുഴുവൻ കല്ലും മുള്ളുവാണ്. പക്ഷേ ജീവിതം ദൈവം ഈ ചെറുതാണേലും ദൈവം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുഴയിലെ വെള്ളം ഒഴുകുന്നത് പോലെ നിറയെ കല്ലുകളാണ്. ചിലത് വലിയ കല്ലുകളാണ്. പക്ഷെ അതിൽ പോയി അതുകൊണ്ട് എൻ്റെ ഒഴുക്കിവിടം കൊണ്ട് നിലച്ചു എന്നല്ല ഇതിൻ്റെ അർത്ഥം. നമ്മൾ മുന്നോട്ടാണ് ഒഴുകേണ്ടത്. പ്രശ്നങ്ങൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ. അതാ പൗലോസ്ലീഹ പറഞ്ഞത്, ഞാൻ എൻ്റെ പിന്നിലുള്ളവയെ. ഇനി ശ്രദ്ധിക്കുക, വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വെള്ളം ഒഴുകുമ്പം ഒരു വലിയ കല്ല് അവിടെ ഉണ്ടെന്നിരിക്കട്ടെ, ആ വെള്ളം അതിനിപ്പുറത്തൂടെയും ഇപ്പുറത്തൂടെ ഒഴുകി അത് സാധാരണ പോലെ ഒഴുകിപ്പോകുമ്പം മുന്നിൽ പോകുമ്പം ഈ കല്ല് പുറകിലാവും, വീണ്ടും പുറകിലാവും, അത് പുറകോട്ട് അങ്ങ് പോവും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും സകലതും നമ്മളെ തൊടുമ്പം, നമ്മൾ മുന്നോട്ട് ദൈവത്തിൽ ആശ്രയിച്ച് പോകുമ്പം നമുക്കെതിരെ നിന്ന പ്രശ്നങ്ങളെ ദൈവം പുറകിൽ കൊണ്ടുപോകും. നമ്മുടെ പ്രശ്നങ്ങൾ പലതും നമ്മുടെ മുമ്പിലാണ് ഇപ്പോഴും. കാരണം നമ്മൾ മുന്നോട്ട് പോകാതെ നമ്മൾ ഇന്നലകളെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ഇരിക്കുക. എന്നിട്ട് സ്വയം ചിന്തിക്കുക, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, എനിക്ക് മാത്രം എന്നും പ്രശ്നങ്ങളാണല്ലോ, എൻ്റെ ജീവിതം എവിടെ പോയാലും തട്ടിമുട്ടി ഇടിക്കുവാണല്ലോ, എനിക്കെന്നും രോഗമാണല്ലോ, എനിക്കെന്നും കൈപ്പേറിയ അനുഭവമാണല്ലോ. ഇതെല്ലാവരുടെയും ജീവിതത്തിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുണ്ട്. പക്ഷെ ദൈവം മനസ്സിലെടുക്കുക. പൗലോസ്ലീഹയോട് ചോദിച്ച പൗലോസ്ലീഹ പറയും, ഇത് നമുക്കുള്ളതാണെന്ന്. നിന്റെ ജീവിതം പഴയതിനെയെല്ലാം വിസ്മരിച്ച് മുന്നോട്ട് പോവുക. ഹല്ലേലൂയ. ഇത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകാൻ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ഇതിന് ശക്തമായൊരു മാതൃക കിടപ്പുണ്ട്. മാതൃക അതാണ് 14-ാം അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 10 മുതൽ. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാണ്. ഈ ദൈവവചന ഭാഗങ്ങൾ വളർച്ചയ്ക്ക് കാരണമാകും. 14-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനം ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോശെ അവരിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നയിച്ച് ചെങ്കടലിൻ്റെ സമീപത്തെത്തിയപ്പം എഴുതിയിരിക്കുന്നൊരു വാക്കാണ്, ഇസ്രായേൽക്കാർ കണ്ണുകൾ ഉയർത്തി പുറകോട്ട് നോക്കി. ദൈവം നയിച്ചു കൊണ്ടുവരുവാണ്. കാര്യം പ്രതിസന്ധികളുള്ള വഴിയാണേലും മോശയിലൂടെ നയിച്ച് ദൈവം കൊണ്ടുവരുമ്പം മോശ പറയാത്തൊരു കാര്യം, ദൈവം ആഗ്രഹിക്കാത്തൊരു കാര്യം ഇസ്രായേൽക്കാർ ചെയ്തു. അവർ കണ്ണുകൾ ഉയർത്തി പുറകോട്ട് നോക്കി. പുറകോട്ട് നോക്കിയിട്ട് കിട്ടിയത് മുന്നോട്ട് പോകാനുള്ള ശക്തി അല്ല. ഇസ്രായേൽ ജനം പുറകോട്ട് നോക്കിയപ്പം അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോകാനുള്ള ശക്തി കിട്ടിയെന്നല്ല, അവരുടെ ലൈഫിൽ അവിടെ ഒരു ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവുകയാണ്. ആ ബ്ലോക്ക് എഴുതിയിരിക്കുകയാണ്, ഇസ്രായേൽക്കാർ കണ്ണുകൾ ഉയർത്തി നോക്കി ഈജിപ്തുകാരെ കണ്ടു, അവർ ഭയവിഹ്വലരായി, പേടിച്ചുപോയി. 2, അവർ പിറുപിറുത്തു, ഞങ്ങളെ ഇവിടെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? ഞങ്ങളവിടെ അടിമജോലി ചെയ്യില്ലായിരുന്നോ? അവിടെ ഞങ്ങൾക്ക് ശവക്കല്ലറകൾ ഉണ്ടായിരുന്നല്ലോ. പല കാര്യങ്ങളും എവിടെ ഇത് പുറകോട്ട് നോക്കിയപ്പോഴാ മനസ്സ് ആകുലപ്പെട്ടത് ഇസ്രായേൽക്കാരുടെ. പ്രിയപ്പെട്ടവരെ, അപ്പം മോശ ദൈവത്തോട് ചോദിക്കുക എന്നാ ചെയ്യണ്ടേന്ന്. അപ്പം മോശയോട് ദൈവം പറഞ്ഞൊരു വാക്കാണ്, പുറകോട്ട് നോക്കി ചിന്തിച്ചുകൊണ്ടിരിക്കാനല്ല പറഞ്ഞത്. 15-ാമത്തെ വാക്യം, കർത്താവ് മോശയോട് പറഞ്ഞു. മോശയോട് പറഞ്ഞു. അപ്പൊ ദൈവം പറയും. കർത്താവ് മോശയോട് പറഞ്ഞു. മനുഷ്യൻ പറയുന്നത് പറഞ്ഞു എന്നാ പറഞ്ഞെഴുതിയിരിക്കുകയാണ്. നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുന്നോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് നീ പറയുക. ഹല്ലേലൂയ. പൗലോസ്ലീഹ പറഞ്ഞതും ഇതേ കാര്യമാണ്. ദൈവവചനം പറയുന്നത് മുഴുവൻ ഈ കാര്യമാണ്. എന്ത്? പഴയതിലേക്ക് നോക്കി വിലപിച്ചുകൊണ്ടും പിറുപിറുത്തും മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും ഞങ്ങൾ അവിടെയെങ്ങാനും കിടന്നോണ്ടേനേം എന്ന് പറഞ്ഞ് സ്വയം ശപിച്ചും ചിന്തിച്ചും വിധി എഴുതിയും കഴിയണമെന്നല്ല പറഞ്ഞത്. പുറകോട്ട് നോക്കാതെ മുന്നോട്ട് പോവുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണിത്. ഒന്നും ഞാൻ
എക്സ്ട്രാ ആഡ് ചെയ്ത് ചേർത്ത് വെച്ചിട്ടില്ല ഇതിനകത്ത്. ഈ 2020 ജീവിക്കുന്ന നമ്മുടെ മുമ്പിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പുറകോട്ട് ചിന്തിച്ചിട്ടല്ല മുന്നോട്ട് പോകണ്ടേ. ഇന്നലകളിലെ ചിന്തിച്ചിട്ട് ഇന്ന് ജീവിക്കുന്നവരുണ്ട്. അനേക ആളുകൾ അങ്ങനെയാണ്. 5 പേര് ഒരുമിച്ച് കൂടിയാൽ ഇന്നലകളിലെ ദുഃഖങ്ങളെല്ലാം പറഞ്ഞ് ഇന്ന് ജീവിക്കും, എന്നിട്ട് നാളെ ജീവിക്കാനുള്ള ശക്തി ഇങ്ങോട്ട് പോകും. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം ഇനി വേറൊരാൾ നിങ്ങളോട് പറഞ്ഞിട്ടാകരുത് നിങ്ങളുടെ ഹൃദയത്തിൽ അത് ബോധ്യമാകേണ്ടത്. ഇനിയും 10,000 പേര് ഈ വിഷയത്തെക്കുറിച്ച് പ്രസംഗിച്ചാലും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരിക്കട്ടെ. എന്നോട് എൻ്റെ ദൈവം പറഞ്ഞത് മുന്നോട്ട് പോകാനാണ്, പുറകോട്ട് നോക്കി ജീവിതം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. പൗലോസ്ലീഹ പറഞ്ഞ വാക്കോർത്തെ, എൻ്റെ പിന്നിലുള്ളവയെ ഞാൻ വിസ്മരിച്ചിട്ട്, ഞാൻ മറന്നിട്ട്. അപ്പം മറക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് കിട്ടുന്നൊരു അനുഗ്രഹമാണ് ഇന്നലകളിലെ കൈപ്പേറിയ അനുഭവങ്ങൾ വിസ്മരിക്കാനുള്ള കൃപ. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നവരാണേലും ഇന്നലകളെ മറക്കാനുള്ള ദൈവകൃപയില്ല. അതൊരു കൃപയാണ്. ദൈവവചനം പ്രഘോഷിക്കുന്നത് മാത്രമല്ല കൃപ. കൃപയെന്ന് പറയുന്നത് ഇതൊരു കൃപയാണ്. എൻ്റെ ഇന്നലകളിലെ പല കാര്യങ്ങളും എന്നെ വിഷമപ്പെടുത്തിയതും ദുഃഖിപ്പിച്ചതും ലജ്ജിപ്പിച്ചതും തകർത്തതും ഒറ്റപ്പെടുത്തിയതുമായ കാര്യങ്ങളെ വിസ്മരിച്ചിട്ട് മറന്നിട്ട് എൻ്റെ മുന്നിൽ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളോടും കുടുംബങ്ങളോടും ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് ഈ ദൈവവചനത്തോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടാകും, ദൈവവചനത്തോടൊപ്പം ഇങ്ങനെ ചലിക്കുന്നുണ്ടാവും. ഓർത്തു, നിങ്ങളോടാ ദൈവം പറയുന്നത്. നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ പോലും കണ്ടിട്ടില്ലാത്തത്. ദൈവവചനത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ, എനിക്കുള്ള അനുഗ്രഹങ്ങൾ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടുമില്ല. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ദൈവം നമുക്കായി മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി ഞാൻ നടക്കുന്നു, ഓടുന്നു എന്നല്ല, ഞാൻ മുന്നേറുന്നു. ഇന്നത്തെ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബങ്ങളോട്, ഹൃദയങ്ങളോട് പറയുക, മുന്നേറാനുള്ള ഒരു ദൈവീക ക്ഷണം ഇന്ന് കേട്ട വചനത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട വചനങ്ങൾ, ഇസ്രായേൽക്കാർ പുറകോട്ട് നോക്കിയപ്പം പേടിച്ചു, വഴിമുട്ടിയ അവസ്ഥയായി, എല്ലാം അവസാനിച്ച പോലെ അവർക്ക് തോന്നി. ഇനി ചിന്തിച്ചു നോക്കിയേ, അടുത്തൊരു കാര്യം പ്രധാനപ്പെട്ടതാ. ഇസ്രായേൽക്കാർക്ക് വേണ്ടി മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പം ദൈവം കൊണ്ടുപോയ വഴി അവരെ ദൈവം കാണിച്ചു കൊടുത്തു. ഞാനിങ്ങനെ സാധാരണ പോലെ ചിന്തിച്ചു, ഇസ്രായേൽക്കാർ ചെങ്കടലിൻ്റെ അടുത്ത് നിന്നപ്പം അവരെ രക്ഷിക്കാൻ ദൈവത്തിന് 1000 ബോട്ട് ചെങ്കടലിൻ്റെ സമീപത്ത് പെട്ടെന്ന് ഒരുക്കി എല്ലാ ഇസ്രായേൽക്കാരെയും ബോട്ടെ കയറ്റി നിമിഷ നേരം കൊണ്ട് അക്കരെ എത്തിക്കാൻ പാടില്ലായിരുന്നോ? ഇനി വേണമെങ്കിൽ ഇസ്രായേൽ ജനങ്ങൾക്കെല്ലാം ആ ചെങ്കടലിൻ്റെ മുകളിൽ കൂടെ നടന്ന് അപ്പം കിടക്കാനുള്ള ഒരു പ്രത്യേക കാര്യം അവരുടെ ശരീരത്തിന് കൊടുക്കാൻ പാടില്ലായിരുന്നോ? ഇനി വേണമെങ്കിൽ സ്വർഗത്തിൽ നിന്നോ എല്ലാ ഇസ്രായേൽക്കാരുടെയും കയ്യിൽ നല്ല മൂർച്ചയുള്ള ഒരു ആയുധം കൊടുത്ത് ഈജിപ്തുകാരോട് പടവെട്ടാൻ ആവശ്യപ്പെടാൻ പാടില്ലായിരുന്നോ? ഇതൊന്നും ദൈവം ചെയ്തില്ല. ദൈവം ചെയ്തത് ഒരു അത്ഭുതമുള്ള ഒരു വലിയ കാര്യമാണ് ചെയ്തത്. ഈ ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്തതാണ് ചെയ്തത്. 1000 ബോട്ട് കടലിൽ കൊണ്ടിടാൻ ചിലപ്പോൾ മനുഷ്യനൊക്കെ പറ്റും. 1000 ആയുധങ്ങൾ കയ്യിൽ കൊടുക്കാൻ പറ്റും. ഇനി വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഏതെങ്കിലും ഒരു പ്രത്യേക സിസ്റ്റത്തിലൂടെ അക്കരെ എത്തിക്കാനൊക്കെ ചിലപ്പോൾ പറ്റും. പക്ഷേ ഈ കടൽ വെള്ളത്തെ കീറി മുറിച്ച് രണ്ടാക്കാൻ ഒരാൾക്കും പറ്റാത്തൊരു കാര്യം, നമ്മുടെ ചിന്തയിൽ പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം ഇസ്രായേൽക്കാർക്ക് വേണ്ടി ദൈവം അവിടെ അങ്ങ് ചെയ്തു. ഇത് ചെയ്തപ്പം ഇസ്രായേൽക്കാർ കണ്ടതെന്നതാ, ദൈവത്തിൻ്റെ ശക്തി അവിടെ പ്രകടമാകുന്നത് ദൈവം അതുകൊണ്ട് ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഇന്ന് കണ്ട ഈജിപ്തുകാരെ നിങ്ങൾ ഇനിമേൽ കാണുകയില്ല. അതാണ് പുറപ്പാട് പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് 13-ാമത്തെ വാക്യം, ഇന്നു കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ. ഹല്ലേലൂയ. അതിനകത്തൊരു വാക്കുണ്ട്, എനിക്ക് വായിച്ചപ്പോൾ ഹൃദയത്തിൽ കൊണ്ടൊരു വാക്ക് ഇനിമേൽ എന്നാണ്. അതായത് ഇപ്പം വരെ കണ്ട ഒരു കാര്യം ഇനിമേൽ നിങ്ങൾ കാണത്തില്ല. ഒരുപക്ഷെ ഇന്നലെ വരെ കണ്ട സങ്കടങ്ങൾ, ഇന്നലെ വരെ നിങ്ങളെ ദുഃഖിപ്പിച്ച പ്രത്യേക സാഹചര്യങ്ങൾ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുക. ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. ഇന്ന് കണ്ടതും ഇന്നലകളിൽ അനുഭവിച്ചതും ഇനിമേൽ നിങ്ങൾ കാണില്ല. കാരണം ദൈവം ഒരു വഴി തുറന്നു. ഇനി ശ്രദ്ധിക്കുക, ദൈവം ഒരു വഴി തുറന്നപ്പം ഏതിലൂടെയാ പോയത്?
വെള്ളത്തിൻ്റെ നടുക്കൂടിയാണ് പോയത്. അത് നല്ല ടൈൽസ് ഇട്ട പോലത്തെ നല്ല പ്രതലത്തൂടെ അല്ല പോയത്. കടലിൻ്റെ അടിയിൽ കല്ലും കുഴികളും കയറ്റവും ഇറക്കവും ഉള്ള ഒരു സ്ഥലത്തൂടെയാണ് പോയത്. ദൈവം ഒരു വഴി തുറന്നപ്പോഴും അത്ര നല്ല ഒരു സന്തോഷമുള്ളൊരു വഴി കൂടെ പോയിന്ന് ചിന്തിക്കരുത്. രണ്ട് സൈഡിലും വെള്ളം മതിലായിട്ട് നിൽക്കുന്ന ഇടവഴിയിലൂടെ ദൈവം കൊണ്ടുപോയെങ്കിൽ നടന്ന് അപ്പുറം കയറുന്നവരെ സകല ഇസ്രായേൽക്കാരും അനുഭവിച്ചൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ അത്ഭുതകരമായ ദൈവിക സംരക്ഷണം. ആ വിഷയം അല്ലെന്ന് പറഞ്ഞതെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം, ഇതുപോലെ ദൈവം ഇതിങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് മുമ്പിലുള്ളതിനെ ലക്ഷ്യമാക്കി മുന്നേറുക. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ ഉറപ്പായിട്ട് സഹായിക്കും. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളവയെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇത് വളരെ മനസ്സിലാകുന്ന തരത്തിൽ നിങ്ങളോടൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലാകുന്ന തരത്തിൽ ശ്രദ്ധിക്കണമേ എന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ച്, കർഷകൻ വിത്ത് നടുന്നത് എങ്ങനെയാ? ഉറച്ചു കിടക്കുന്ന മണ്ണ് അതിൽ തൂമ്പ കൊണ്ട് കിളയ്ക്കും, മുറിക്കും. എന്നിട്ട് അതിനെ ഇങ്ങോട്ട് എടുത്ത് അതിനെ ഇടിച്ചും കുത്തിയും അതിനെ പൊടിക്കും. അപ്പോൾ ഈ മണ്ണ് ചിലപ്പോൾ കർഷകനോട് ചോദിക്കും, എന്നാത്തിനാ എന്നെ മുറിവേൽപ്പിക്കുന്നേ? എന്നാത്തിനാ എന്നെ ഇങ്ങനെ കുത്തുന്നേ? ഞാൻ എന്തു വലിയ തെറ്റാ ചെയ്തേ? കർഷകൻ അങ്ങനെ മണ്ണ് ചോദിച്ചാൽ കർഷകൻ മണ്ണിനോട് പറയും, ഞാനിങ്ങനെ കൊത്തുമ്പോഴും ഞാനിങ്ങനെ കുത്തുമ്പോഴും ഇങ്ങനെ പൊടിക്കുമ്പോഴും എൻ്റെ ഉള്ളിലൊരാഗ്രഹമുണ്ട്, എൻ്റെ കൈവശമുള്ള ഒരു വിത്ത് എനിക്ക് ഇതിനകത്ത് നടണമെന്നൊരാഗ്രഹം ഉണ്ടെന്ന് പറയും. അങ്ങനെ ഈ മണ്ണിത് കേട്ടാൽ, ഈ കർഷകൻ്റെ മനസ്സ് ഈ മണ്ണ് കേട്ടാൽ, ഈ മണ്ണ് ഒരിക്കലും പറയില്ല, എന്തിനാ എന്നെ കുത്തിയത്, എന്തിനാ ഇടിച്ചത്, എന്തിനാ എന്നെ മുറിച്ചത്, എന്തിനാ എന്നെ പൊടിച്ചത്, ഞാനിവിടെ കിടന്നോടുവേലായിരുന്നോ? ഒരിക്കലും ചോദിക്കത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട ശ്രദ്ധിക്കുക, നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു തെറ്റും ചെയ്യാതിരുന്ന സമയത്ത് നമ്മളെ കുത്തുന്നു, നമ്മളെ വേദനിപ്പിക്കുന്നു, നമുക്ക് എവിടെ നിന്നൊക്കെയോ. അപ്പം ഇത് കർഷകൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്, എൻ്റെ കയ്യിലുള്ള ഒരു വിത്ത് ഇതിനകത്ത് വേണം നടാൻ, ഇവിടുന്ന് അത് കിളിർക്കണം. ഭയങ്കര ഒരു സ്വപ്നം ഉള്ളതുകൊണ്ടാണ് ഈ കുത്തലും ഇടിക്കലും ഈ വിഷമവും ഈ വേദന ഈ മുറിപ്പെടുത്തുന്ന അനുഭവവും ഉണ്ടായത്. നിങ്ങൾക്കൊരു മുറിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടോ? ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കാൻ ഒരനുഗ്രഹം കടപ്പുള്ളതുകൊണ്ടാണ്. കർഷകൻ ഒരു വിത്തെടുത്ത് പ്രതീക്ഷയോടെ നടുന്ന പോലെ ദൈവത്തിൻ്റെ എന്തോ ഒരു പദ്ധതി നിങ്ങളിലൂടെ ഒന്ന് കൊണ്ടുവരാനാണ് നിങ്ങൾക്ക് ഈ മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവം ഉണ്ടായെന്ന് പലരും തിരിച്ചറിഞ്ഞിട്ടില്ല. പലരും ഇന്നലകളിലെ ദുഃഖം ധ്യാനിച്ചുകൊണ്ട് ഇന്നും ഇരിക്കാൻ കാരണം ഈ ദൈവിക പദ്ധതി മനസ്സിലാകാത്തത് കൊണ്ടാണ്. കർഷകനോട് മണ്ണ് ചോദിക്കും ചിലപ്പം, എന്തിനാ എന്നെ കൊത്തിയത്, എന്തിനാ എന്നെ വെട്ടിയത്, എന്തിനാ എന്നെ പൊടിച്ചത്, ഞാനിവിടെ കിടന്നോളിയല്ലായിരുന്നു, ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളോട്? കർഷകൻ ആ മണ്ണിനോട് പറയും, നശിപ്പിക്കണമെന്നൊരാഗ്രഹം എനിക്കില്ല, എനിക്ക് നല്ല ഒരു നന്മ ഇവിടുന്ന് കൊണ്ടുവരാൻ, ഒരു വളർച്ചയെ ഇവിടെ ഒരുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയും. ഹല്ലേലൂയ. രണ്ട് കാഴ്ചപ്പാടിനെ കുറിച്ച് കൂടെ വേഗത്തിൽ പറയാം. രണ്ട് കാഴ്ചപ്പാട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിക്കുക. ബെഡ് സാധാരണ ഒരു മാവ്, അത് നഴ്സറികളിൽ അതിനെ ബഡ് ചെയ്യും. എന്തിനാണ് ബഡ്? ഒരു സാധാരണ മാവ്, ഒരു മാവേലുണ്ടായ മാങ്ങ അത് വീണ് കിളിർത്ത ഒരു മാവും തൈ, അത് ചിലപ്പോൾ വളർന്നാലും കുറച്ച് മാങ്ങയൊക്കെ അതേ കായ്ക്കും, തണലേകും മാങ്ങ കായ്ക്കും. പക്ഷേ ചില കർഷകൻ, ചില നഴ്സറിയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സ്വപ്നമുള്ള ആളുകൾ ഈ മാവിൻ്റെ തൊലി മുറിക്കും, തൊലി ബ്ലേഡ് കൊണ്ട് മുറിക്കും. ഈ മാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര വേദനാജനകമാണ്. ആ മാവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ മാവിനെ ഒരു സ്വപ്നമുള്ള ഒരു കർഷകൻ അതിനെ മുറിക്കും. ഓർക്കണം, ഒരു സ്വപ്നമുള്ള ഒരു പ്രതീക്ഷയോടെ ഒരു മുറിക്കും. എന്നിട്ട് ആ തൊലി എടുക്കും. എന്നിട്ട് വേറൊരു മാവിൻ്റെ നല്ല കായ്കനിയുള്ള നല്ലപോലെ കായ്ക്കുന്ന മാവിൻ്റെ ഇത് ചേർത്ത് ഒട്ടിച്ച് നന്നായിട്ട് അതിനെ ചുറ്റും. മാവ് എപ്പോഴെങ്കിലും ഈ മുറിക്കുന്നവനോട് ചോദിച്ചെന്നിരിക്കട്ടെ, എന്തിനാണ് എന്നെ മുറിച്ചത്, എന്തിനാണ് എന്നെ ബ്ലേഡ് കൊണ്ട് മുറിച്ച് ഇത്രയും തൊലി എടുത്തത്? അങ്ങനെയാണെങ്കിൽ
ഈ കർഷകൻ ആ മാവിനൊരു ഉത്തരം കൊടുക്കും. എന്തായിരിക്കും ഉത്തരം? നിന്നെ ഞാൻ മുറിച്ചത് നീ ഉണങ്ങിപ്പോകട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, നിന്നെ ഞാൻ വേദനിപ്പിച്ചത് നിന്നെ ഇതിനേക്കാൾ നല്ല ഒരവസ്ഥയിൽ കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ടാന്ന് പറഞ്ഞിരിക്കും. ഒന്നും കൂടെ ഞാൻ ആ വാക്ക് പറയാം. ഈ മാവിനെ ഇതിനേക്കാൾ നല്ല ഒരു അവസ്ഥയിൽ കാണാൻ ഒരു സ്വപ്നമുള്ള കർഷകനെ ഈ പണി ചെയ്യത്തുള്ളൂ, അല്ലാതെ ആരും ചെയ്യത്തില്ല, അല്ലാതെ ആരും മുറിക്കാൻ നിൽക്കില്ല. ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ മുറിച്ച അനുഭവം ഉണ്ടാകുമ്പോൾ ഓർത്തോ, ഈ അനുഭവം ഏത് വിധത്തിൽ ഏത് വഴി കൂടെ വന്നതായിക്കൊള്ളട്ടെ, സ്വപ്നം ഇതാണ്, നിന്നെ ഇതിനേക്കാൾ, അതാ ആദ്യം പറഞ്ഞത്, 1000 പേര് എൻ്റെ തകർച്ച കണ്ടെങ്കിൽ ആ വേദനയിൽ ഞാൻ 1000 പേരുടെ എന്നെ തകർന്ന അവസ്ഥയെ കണ്ട വേദനയുണ്ടല്ലോ പ്രിയപ്പെട്ടവർ. ഒരു പ്രത്യേക വേദന, ഞാൻ തകർന്നതിനേക്കാൾ വലിയ വേദനയായിരിക്കും ആ ഞാൻ തകർന്നത് 1000 പേര് കാണുന്നത്. 10ാം ക്ലാസ്സിൽ തോറ്റതല്ല നമ്മുടെ പ്രശ്നം, 10ാം ക്ലാസ്സിൽ തോറ്റ വിവരം എൻ്റെ നാട്ടുകാരെല്ലാം അറിഞ്ഞു എന്നുള്ളതാണ് തോറ്റതിനേക്കാൾ വലിയ വേദന. അതാണ് ഇതിനേക്കാൾ വലിയ വേദന എന്ന് പറയുന്നത് പോലെ, നമ്മളെ 10 പേര് നമ്മൾ തകർന്ന ഒരവസ്ഥ 1000 പേര് കണ്ട ഒരു വേദന വേറെയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നോട് ഞാൻ പറയുന്നു, 1000 പേര് തകർന്ന അവസ്ഥയിൽ കണ്ടെങ്കിൽ 10,000 പേരുടെ മുമ്പിൽ നീ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ നിർത്താനുള്ള, ഇതിനേക്കാൾ നല്ല ഒരു അവസ്ഥയിൽ നിർത്താനുള്ള സ്വപ്നമുള്ള ഒരാൾ നിന്റെ കൂടെയുണ്ട്. സ്വപ്നമുള്ള ഒരു കർഷകൻ ബെഡ് ചെയ്യുന്നത് പോലെ ഒരു മാവിൻ തയ്യെ ഇതിനേക്കാൾ നല്ല അവസ്ഥയിൽ കാണാൻ ആഗ്രഹത്തോടെ ഒന്ന് മുറിക്കുന്ന പോലെ ചില സഹനങ്ങൾ ഉണ്ടായേക്കാം. ദൈവം നമ്മളെ നയിക്കുന്നത് മുന്നോട്ടാണ്. പ്രിയപ്പെട്ടവർ, 2 കാര്യം, നിസ്സാരമായ 2 കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിട്ട് ഈ ദൈവവചന ശുശ്രൂഷയിൽ ഒരു സമാപന സമയത്തേക്ക് വരാം. 2 കാഴ്ചപ്പാട് വേണം. 2 കാഴ്ചപ്പാട്. വിശ്വാസ ജീവിതമെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഒരു 10 പുസ്തകം, പ്രാർത്ഥനാ പുസ്തകം ചൊല്ലിത്തീർക്കുന്നത് മാത്രമല്ല ആത്മീയ ജീവിതം. ജീവിതത്തെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ കഴിയുന്നതും ആത്മീയ ജീവിതമാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, നമ്മുടെ ജീവിതത്തെ, ഇനി വേണ്ട, എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ ഞാൻ കാണാൻ പഠിച്ചാൽ അത് മതി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ, എൻ്റെ ജീവിതത്തിലെ സകല നിരാശയും മാറാൻ. ഒരു പ്രസംഗവും എനിക്ക് കേൾക്കണ്ട, ഒരു കോഴ്സിനും പോകണ്ട, ഒരു തെറാപ്പിക്കും പോകണ്ട, ഒരു സൈക്കോളജി ട്രീറ്റ്മെൻറ്റും വേണ്ട. ദൈവത്തിൻ്റെ കണ്ണിലൂടെ എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് കാണാൻ പഠിച്ചാൽ, ഈ ദൈവവചന പ്രഘോഷണം മുഴുവൻ പല സ്ഥലത്ത് ഒരുക്കുന്ന ദൈവത്തിൻ്റെ കണ്ണിലൂടെ ഒന്ന് കാണാൻ പഠിക്കും. ഇതിൻ്റെ പേരാണ് വിശ്വാസ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പറയാം. 2 കാഴ്ചപ്പാടുണ്ട്. മാനുഷികമായ കാഴ്ചപ്പാടുമുണ്ട്, ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന ഒരു കാഴ്ചപ്പാടുമുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, പഴയ നിയമത്തിലെ മോശയ്ക്ക് മാനുഷികമായിട്ട് കാണാൻ പോവാണ്. മോശയുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികൾ മാനുഷികമായിട്ട് കാണുകയാണ്. ഫറവോ എന്ന വ്യക്തി മാനുഷികമായി മോശയും ഫറവോയിനെയും കഥാപാത്രങ്ങളെ കണ്ടാൽ, മോശയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഫറവോ. എന്നാ ചെയ്താലും അതിനെതിര് പറയുന്നതാണ് ഫറവോ. മാനുഷികമായി ഫറവോയെ കണ്ടാൽ നമുക്ക് ഫറവോയെ കൊല്ലാൻ തോന്നും, ഫറവോയെ ഇടിക്കാൻ തോന്നും, ഫറവോയുടെ പ്രതികാരം ചെയ്യാൻ തോന്നും. മാനുഷികമായി കണ്ടാൽ, ശ്രദ്ധിക്കണം, മാനുഷികമായി കണ്ടാൽ. ഇനി ദൈവത്തിൻ്റെ കണ്ണിലൂടെ മോശയുടെ ജീവിതത്തെ കണ്ടാലോ, മോശയുടെ ജീവിതത്തിലേക്ക് വന്ന സകല അനുഗ്രഹങ്ങളും ആ മോശയ്ക്ക് അനുഭവിക്കാൻ പറ്റത് ഫറവോ അവിടെ ഉള്ളതുകൊണ്ടല്ലേ. മോശ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടത് ഫറവോ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ. മോശ ദൈവത്തിൻ്റെ പരിപാലന ചെങ്കടലിലൂടെ കടന്നുപോയത് ശരിക്കും അനുഭവിച്ചത് ഫറവോ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടല്ലേ. നമ്മുടെ ജീവിതത്തിനും ചില ഫറവോമാരുണ്ട്. നമ്മളവരെ മാനുഷികമായി കാണും. നമ്മളെ ഉപദ്രവിച്ചവർ, തകർക്കാൻ നോക്കിയവർ, ഇതൊക്കെ ചില ഫറവോയാണ്. നമ്മുടെ എല്ലാ ജീവിതത്തെയും തടസ്സപ്പെടുത്തുന്നവർ. മാനുഷികമായി നമ്മളെ കണ്ടാൽ, അവരെ നമ്മൾ കൊല്ലാൻ തോന്നും, അവരോട് പ്രതികാരം ചെയ്യാൻ തോന്നും, അവരോട് വാശി വൈരാഗ്യം നമുക്ക് തോന്നും. നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല, നമ്മുടെ മനസ്സ് ഡൗൺ ആകും, നമുക്ക് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് വരെ വേണ്ടി വരും. എന്നാൽ മോശയുടെ കണ്ണിലൂടെയല്ല, ഈ അനുഭവം ദൈവത്തിൻ്റെ കണ്ണിലൂടെ കണ്ടാൽ ഫറവോയെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കും. കാരണം ഫറവോ ഉള്ളോണ്ടാ
മോശ ദൈവത്തിൻ്റെ ശക്തി അറിഞ്ഞത്. മോശ ചില അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥകളെല്ലാം കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതും ഇനി വേണ്ട വിശ്വാസത്തിൽ വളർന്നതുവരെ ഒരു പറവുള്ളോണ്ടാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാനുഷികമായി നോക്കുമ്പം നമ്മുടെ ശത്രുക്കളില്ലേ, നമ്മുടെ തകർച്ച കാണാൻ നോക്കിയിരിക്കുന്നവരില്ലേ, നമ്മുടെ ഒരു തകർച്ച പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ നോക്കിയിരിക്കുന്നവരില്ലേ, മാനുഷികമായി കണ്ടാൽ അവർ നമുക്ക് ശത്രുക്കളാണേലും ദൈവത്തിൻ്റെ കണ്ണിലൂടെ അവരെ കണ്ടാൽ അവർ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ കൊണ്ടുവരുന്ന അനുഗ്രഹവാഹകരാണ്. അങ്ങനെയെങ്കിൽ അവരെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുക. അവരുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെയെന്ന് ചിന്തിക്കും. അവരുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. പ്രിയപ്പെട്ടവരെ, സുഖവും സന്തോഷവും നമുക്കൊന്നും തരുന്നില്ല, താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രം. സുഖവും സന്തോഷവും സമൃദ്ധിയൊക്കെ നമുക്ക് എന്നാ തരുന്നത്? നമ്മളെ ഒന്നും നമ്മളാക്കുന്നില്ല, നമ്മളെ ഒന്നും തരും, നമ്മൾ ഇച്ചിരി ഡൗൺ ആവുന്നേ ഉള്ളൂ. പക്ഷെ ദുഃഖങ്ങളും പ്രതിസന്ധികളും നമ്മളെ എന്തൊക്കെയാക്കും? നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും, ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കും, നമ്മളെ ഉറപ്പുള്ളൊരു മനുഷ്യനാക്കും, നല്ലൊരു വ്യക്തിത്വം തരും, നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മൾ പഠിക്കും. ഇതിനെല്ലാം ഉപരി ദൈവത്തിൻ്റെ പരിപാലന കാണും. ഒന്നും കൂടെ ഒരു കാര്യം കൂടെ പറയാം. തൊട്ടടുത്ത അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫ് എന്നൊരു വ്യക്തിയുടെ, മാനുഷികമായി ജോസഫ് എന്ന വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവമായി കണ്ടാൽ സഹോദരങ്ങളെ നമുക്ക് കൊല്ലാനുള്ള ഒരു ദേഷ്യം നമ്മുടെ മനസ്സിൽ തോന്നി. ഈ സഹോദരങ്ങളല്ല എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കും. ജോസഫിൻ്റെ സഹോദരങ്ങൾ പുച്ഛിച്ച് തള്ളി, ഒരു സ്വപ്നം കണ്ടപ്പോൾ അതിനെ കളിയാക്കി, പൊട്ടക്കടറ്റി തള്ളിയിട്ടു, അവിടുന്ന് കയറ്റി പണത്തിന് വിറ്റു, വസ്ത്രം വരിഞ്ഞു കീറി, ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു, കില്ലപ്പേരുകളുണ്ടായി. ഇതിനെയെല്ലാം മാനുഷികമായി കണ്ടാലോ നമുക്കിന്ന് ജീവിക്കാൻ പറ്റില്ല. എന്നാൽ ദൈവീകമായി കണ്ടാലോ, ദൈവത്തിൻ്റെ കണ്ണിലൂടെ ഈ അനുഭവത്തെ എല്ലാം കണ്ടാലോ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തെ കൊണ്ടുവന്ന അനുഭവങ്ങളാണ് ഇതെല്ലാം എന്ന് തിരിച്ചറിയും. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക, ജീവിതത്തിന് 2 ഡൈമെൻഷൻസ് ഉണ്ട്, 2 വശങ്ങളുണ്ട്. ആത്മീയമായും അതിനെ കാണാം, മാനുഷികമായിട്ട് കാണാം. പലരുടെയും ജീവിതം വഴിമുട്ടി പോലെ നിൽക്കാനുള്ള കാരണം പല അനുഭവങ്ങളെയും, കാര്യം പ്രാർത്ഥിക്കുന്നവരാണേലും മാനുഷികമായി മാത്രമേ അതിനെ കാണുന്നുള്ളൂ, ചിന്തിക്കുന്നുള്ളൂ, അതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. എന്നാൽ ദൈവികമായിട്ട് പറയട്ടെ, അതിലൂടെയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്, അതിലൂടെയാണ് ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വളർന്നത്. ഇതിലൂടെ കടന്നു പോകേണ്ടതാ. എന്നാലേ ഞാൻ ദൈവ പദ്ധതിയിൽ. ഒരു കാര്യം പറയാം, ഒറ്റ കാര്യം കൂടെ. നമ്മുടെ ജീവിതത്തിലെ ഓരോ സഹനങ്ങൾ വരുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ ദൈവാത്മാവിൽ പറയേണ്ട ഒരു കാര്യമാണ്, ഈ സഹനത്തിലൂടെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞാൻ വളർന്നു, ഈ സഹനത്തിൽ ഞാൻ വളർന്നിട്ടേ ഉള്ളൂ, ഈ സഹനത്തിൽ ഞാൻ ഉയർന്നിട്ടേ ഉള്ളൂ. ഈ സഹനം എൻ്റെ നന്മയ്ക്കാണ്, ഈ പ്രതിസന്ധി എൻ്റെ വളർച്ചയ്ക്കാണ്. മാനുഷിക വശമുണ്ട്, ദൈവിക വശമുണ്ട്. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അതിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മാനുഷികമായി ഇതിനെ കാണുന്നത്. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വിസ്മരിക്കുന്നു. എങ്ങനെയാണ് വിസ്മരിക്കാൻ പറ്റിയേ? ദൈവത്തിൻ്റെ കണ്ണിലൂടെ ആ അനുഭവത്തെ കാണാൻ തുടങ്ങിയപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുന്നേറ്റം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു മുന്നേറ്റമുണ്ട്. നിങ്ങൾ മുന്നേറണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നിങ്ങൾ മുന്നേറണമെങ്കിൽ പഴയതിനെ ഓർത്തിരിക്കരുത്. ഇനി വേറൊരാൾ പറഞ്ഞിട്ടേ നിങ്ങളത് പഠിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കരുത്. ഇത് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയുന്നൊരു കാര്യമാണ്. ദൈവവചനമാണ് നിങ്ങളോട് പറഞ്ഞത്. പഴയ കാര്യങ്ങൾ ഓർത്ത് അതെത്ര വലുതും പാപം നിറഞ്ഞതും കുറ്റമുള്ളതും കുറവുള്ളതുമാകട്ടെ, അതിനെ ഓർത്ത് ചിന്തിച്ച് ഇന്നത്തെ ദിവസം നശിപ്പിക്കരുത്. നാളെ നിങ്ങളുടെ ഭാവിയെയും ഇരുട്ടിലാക്കരുത്. ദൈവം നിങ്ങളോട് പറയുന്നു, മുന്നോട്ട് പോവുക. ദൈവം നിങ്ങളെ മുന്നോട്ടാണ് നയിക്കുന്നത്. വെള്ളം ഒഴുകുന്നത് മുന്നോട്ടാണ്, നമ്മുടെ കാൽപാദം ഇരിക്കുന്നത് മുന്നോട്ടാണ്. ദൈവം നമുക്ക് കാലിൻ്റെ പാദം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് തന്നെ ഒന്ന് നോക്ക് താഴോട്ട്. അത് പുറകോട്ടല്ല ഇരിക്കുന്നത്, അത് മുന്നോട്ടാണ്. എല്ലാ മൃഗങ്ങളുടെയും എല്ലാ ജീവനുള്ള എല്ലാത്തിൻ്റെയും കാലും മുന്നോട്ടാണ് ദൈവം. അതിൻ്റെ അർത്ഥം തന്നെ എന്നാ? ശരീരഭാഷ തന്നെ വ്യക്തമാക്കുന്നു ദൈവം മുന്നോട്ട് പോകാനാണ് പറയുന്നതെന്ന്. ദൈവം നമ്മളോട് മുന്നോട്ട് പോകാനാ പറയുന്നത്. പഴയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ആളാണെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല. നിങ്ങൾക്കൊരു നല്ല ഭാവിയുണ്ട്, നിങ്ങൾക്കൊരു നല്ല ജീവിതമുണ്ട്. 1000 പേര് നിങ്ങൾ തകർന്നതായി കണ്ടിട്ടുണ്ട്, ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും 1,00,000 പേര് നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ കാണാൻ ഇടയാക്കുന്ന വിധത്തിൽ ദൈവം കൊണ്ടുപോയി വെക്കും, ദൈവം കൊണ്ടുപോയി നിർത്തും. അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഒരിക്കൽ കൂടി പറഞ്ഞ് ദൈവവചനത്തിൻ്റെ സമാപന സമയത്തേക്ക് വരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. ദൈവം നിങ്ങളെ ഉയർത്താൻ ഇഷ്ടപ്പെടുന്നു. ഒരു ആശ്വാസവാക്കല്ല. കാരണം ദൈവത്തിന് എന്നെ അറിയാം.
ദൈവത്തിന് എന്നെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കേട്ട വചനത്തിലൂടെ ഒന്നും കൂടെ പ്രാർത്ഥിച്ച് നമുക്ക് ദൈവവചനത്തിൻ്റെ സമാപന സമയത്തൊന്ന് പ്രാർത്ഥിക്കാം. കേട്ട വചനങ്ങൾ കേവലം ഒരു പ്രഭാഷണമല്ലായിരുന്നു. ഇത് എൻ്റെ ജീവിതത്തെ വിശ്വാസത്തിൽ വളർത്താനിടയാക്കിയ ഒരു ദൈവിക വശമാണ്. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, പഴയതിനെ ഓർത്ത് ചിന്തിച്ചുകൊണ്ട് ഇന്ന് ജീവിക്കരുത്. അത് ദൈവഹിതമേ അല്ല. അങ്ങനെ 10 പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പം നിങ്ങളോട് പറയും നിങ്ങൾക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്, നിങ്ങൾ എന്തിനെക്കുറിച്ചോ ആകുലപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ മനസ്സ് ഡിസോർഡർ ആകും. പിന്നെ ഓർഡറിലേക്ക് വരാൻ ചിലർ പറയും നീ ഒരു സൈക്കോളജി മനഃശാസ്ത്ര കൗൺസിലിങ്ങിനും പോ എന്നൊക്കെ പറയും നമ്മളോട്. കാരണം നമ്മുടെ ഡിസോർഡർ കാണുമ്പം. എന്നാൽ ഒരു കാര്യം ചിന്തിക്ക്, പഴയതിനെ എല്ലാം അങ്ങ് വിസ്മരിച്ച് എനിക്ക് ദൈവം വച്ചിരിക്കുന്ന മുന്നിലുള്ളതിനെ ഞാൻ കണ്ട് ഞാൻ നടക്കുന്നു, ഓടുന്നു, ജീവിക്കുന്നല്ല, ഞാൻ മുന്നേറുന്നു. ആ വാക്കിൽ തന്നെയുണ്ട് തീക്ഷ്ണത. നിങ്ങളുടെ ജീവിതത്തിന് ഒരു തീക്ഷ്ണതയുണ്ടാകട്ടെ. മുന്നേറണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഇന്നലകളെ ഓർത്ത് ഇന്ന് ജീവിക്കരുത്. പുറകോട്ട് നോക്കി മുന്നോട്ടോടരുത്. ഓടാൻ പറ്റില്ല. പുറകോട്ട് നോക്കി മുന്നോട്ടോടിയാൽ തട്ടി വീഴും. അത് പ്രകൃതി നിയമമാണ്. മുന്നോട്ട് നോക്കി മുന്നോട്ടോടാൻ ദൈവം നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമാണത്.